ഹായ്, വെൽക്കം ബാക്ക് ടു പ്രണവ് സിനി ടോക്സ്. ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോണത് നമ്മുടെ ഈ ഒരു മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് ഈ ഒരു നായികമാരൊക്കെ വന്ന് കാണും. ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അവർ അഭിനയിച്ചിട്ട് അവരുടെ ഒരു സ്പേസിലേക്ക് പോകും. പിന്നെ നമുക്ക് അവരെ പറ്റി വിവരങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു സമയത്താണ് ഇപ്പോൾ നിലവിൽ ഈ 2024 ഒരു നായികയുടെ കംബാക്ക് ആയിട്ട് ഇങ്ങനെ വരണം. അത് വേറെ ആരുമില്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ വണ്ടറടിച്ച് ത്രില്ലടിച്ച് ഭയപ്പെട്ട് കണ്ടിരുന്ന ഒരു സിനിമയാണ് വെളുനക്ഷത്രം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. നമ്മളെ കുട്ടിക്കാലം അത്രയ്ക്ക് ഒരു അത് സെറ്റാക്കിയൊരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു പ്രേതമായിട്ട് അഭിനയിച്ച, അല്ലെങ്കിൽ ഗോസ്റ്റായിട്ട് അഭിനയിച്ച പറഞ്ഞ അതിലെ ക്യാരക്ടർ ഇന്ദുമതി എന്നൊക്കെ പറഞ്ഞ ഒരു കഴിച്ചത മീനാക്ഷി എന്ന് പറഞ്ഞ നായികയാണ്. ഈ നായിക റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ മുഖാന്തരം തിരിച്ചു വന്നേക്കാണ്. എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം 2004 ഇറങ്ങിയ വെളുനക്ഷത്രമാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് സിനിമ. ഈ സിനിമയ്ക്ക് ശേഷം അവർക്ക് എന്ത് പറ്റുന്ന ഒന്നും നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടില്ല. അപ്പം ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൂടെയാണ് ഇവർ തിരിച്ചു വരുന്നത്. ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് മുഖാന്തരം കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈറലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മീനാക്ഷിയാണെങ്കിൽ മലയാളത്തിലെ മൊത്തം 8 സിനിമകളിലും തമിഴിൽ 4 സിനിമയിൽ അഭിനയിച്ച് മൊത്തം 12 സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രി വന്ന വെളുനക്ഷത്രം സിനിമയാണ്. അതിൽ ആ ഒരു പ്രയത്നം ആരും അങ്ങനെ മറക്കാൻ ചാൻസ് വളരെ കുറവാണ്. റീസെൻ്റായിട്ട് ഇവരുടെ ഒരു കരിയർ എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ ഇവർ പറയുന്നു, മമ്മൂട്ടിയുമായ ഒരു സിനിമ കമ്മിറ്റഡ് ആയിരുന്നു. ആ ഒരു സിനിമയുടെ ഏതാണ്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കുന്ന സമയത്താണ് ഒരു അപ്രതീക്ഷിതമായൊരു ബ്രേക്ക് എടുക്കേണ്ടതെന്ന്, അത് മുഖാന്തരമാണ് ഇവർ ഈ ഫീൽഡ് വിട്ട് പോകേണ്ടതെന്നൊക്കെയാണ് അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പരാമർശിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരുപാട് നായികമാരൊക്കെ ഉണ്ട്. ഒരു തവണ വന്ന് നമ്മളെ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ കാണിച്ച് ഒന്നോ രണ്ടോ പടത്തിൽ വന്ന് കാണിച്ചിട്ട് പിന്നെ എന്ത് പറ്റി ഏത് പറ്റി നമ്മൾ അറിയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു അപ്രതീക്ഷിതമായി പോണ കുറേ നായികമാരുണ്ട്. അവരൊക്കെ തിരിച്ച് വരട്ടെ, അവരുടെ വിശേഷങ്ങളും കാരണം നമുക്കറിയാൻ സാധിക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഇവിടെ ഞാൻ പറയുകയാണ്. അപ്പം മീനാക്ഷിയുടെ ഈ ഒരു കംബാക്ക് 2004 ശേഷം ഈ വർഷത്തിൽ ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും നാൾ ഈ നായികനെ പറ്റി ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ എവിടെ നിന്നില്ല. കാരണം ഈ നായിക ഒരു സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവൊന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവുമല്ല. ഒരു FB, ഇൻസ്റ്റ, യൂട്യൂബ് അങ്ങനെയുള്ള ഒന്നിലും സജീവമായിട്ടിരിക്കുന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ജാങ്കോ സ്പേസ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നത്. അത് പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരു വൈറലായി പൊയ്ക്കൊണ്ടിരുന്നത്. അത് മുഖാന്തരം ഇവരുടെ ഒരു റീൽസ് സെക്ഷനിലോട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ മറ്റ് പല അക്കൗണ്ടിലും റീൽസ്, യൂട്യൂബ്, ഇൻ്റർനെറ്റിലൊക്കെ ഇവിടെ കുറേ ഫോട്ടോഷൂട്ട് കണക്കെ ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര കംബാക്ക് ആയിപ്പോയി. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇവരുടെ കാര്യം ഇങ്ങനെ മീനാക്ഷിയുടെ ഒരു കംബാക്ക് നിൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി വന്നിട്ട് പോയ പല ആൾക്കാരുടെയും വിവരങ്ങളും കാരണം നമുക്ക് തന്നെ ഒരു താല്പര്യം കാണും. അവരിപ്പോൾ എവിടെയാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് ഒരുപാട് പേര്, എണ്ണയിൽ ഒടുങ്ങാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രതീക്ഷിതമായി പോയ ഒരുപാട് നമ്മുടെ ഒരു സഹതാരങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെയും ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കട്ടെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരട്ടെ എന്നൊക്കെ ഉള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് മീനാക്ഷിയുടെ ഈ ഒരു കംബാക്ക് നിങ്ങളിലേക്ക് അറിയിക്കാനും അത് മുഖാന്തരപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പം ഇനി മീനാക്ഷിയുടെ ഈ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ പുള്ളിക്കാരി ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് വേറൊന്നുമില്ല. ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ്, ഫാമിലി എന്നീ കാര്യങ്ങൾ ഇവർക്ക് ഫോക്കസ് ചെയ്യാനും അത് മൂന്നിൽ ഇവർക്ക് മുന്നോട്ട് പോകാനൊക്കെ വേണം ഇവരിപ്പോൾ ഈ ഒരു ബിഗ് ബ്രേക്ക് എടുത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് നിന്ന ഒരു കാര്യം അങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, പിന്നെ എന്തുകൊണ്ട് ഒരിക്കലും ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്കൊന്നും ആക്റ്റീവ് ആകുന്നില്ല? അതിന് അവർ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. എന്തിനാണ് വെറുതെ കണ്ട കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടാൻ വേണ്ടി പോണത്? അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന അവരുടെ ഒരു പേഴ്സണൽ ലൈഫാണ്. ഈ ലൈഫ് വിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല. ഇങ്ങനെ നിലവിലിപ്പം നമ്മുടെ ഒരു നായിക ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നേരത്ത് സ്വാഭാവികമായിട്ടും പല രീതിക്കുള്ള ഒരു ഗോസിപ്പും കാര്യങ്ങളും വിവാദങ്ങളും അനാവശ്യമായ ടോക്കിങ്ങുകളൊക്കെ ചെയ്യേണ്ടി സ്വാഭാവികമായിട്ട് എത്തുന്ന ഒരു സംഭവത്തിൽ ഈ നായിക ഒരു ബിഗ് ബ്രേക്ക് എടുത്ത്, ഭയങ്കര ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ബ്രേക്ക് എടുത്ത് മാറി നിൽക്കണം ഉണ്ടായത്. അപ്പോൾ എന്നിട്ട് ഈ കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് അത് ഭയങ്കരമായ ട്രെൻഡിങ്ങായി വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മുഖാന്തരമാണ് ഞാനും ഈ കാര്യം പോലും അറിഞ്ഞ പോലെ. ഇങ്ങനെ ഒരു നായികനെ പറ്റി ഞാനും മറന്നിരിക്കുകയായിരുന്നു. ഇത് കണ്ട സമയത്ത് ഇത്രയ്ക്കും ഞാൻ നോക്കുന്ന റീൽ സെക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു മീനാക്ഷിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം വെച്ച് ഇപ്പോൾ ഭയങ്കരമായ ഒരു കംബാക്കായിട്ട് വന്നു. അത് വൈറലായി ഒരുപാട് പേര് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മീനാക്ഷിക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അല്ല, ആ ഒരു ജാങ്കോ സ്പേസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നായികയുടെ ഇൻ്റർവ്യൂ കാണാൻ വേണ്ടി പറ്റും.
ഞാനും വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഇത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു നായിക എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു കാരണങ്ങൾ നമുക്കാണ്. അതുപോലെ ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഈ സമയത്താണ് ഈ ഒരു മീനാക്ഷിയുടെ ഒരു കംബാക്ക്. ആ ഒരു കംബാക്ക് നമുക്കിവിടെ പറഞ്ഞേ പറ്റി. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് എനിക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ളത്. ഇനി ഞാൻ എൻ്റെ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതൊരു ചെറിയ ചാനലാണ്, തുടങ്ങുന്നതേ ഉള്ളൂ. പല പല കാര്യങ്ങളും കണ്ടിട്ടൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റ് സിനിമ വിശേഷങ്ങൾ, സിനിമയുടെ റിവ്യൂ ആയിട്ടൊക്കെ ഒരുപാട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴേക്കും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.